നമസ്കാരം. അങ്ങനെ തന്ത്രി അറസ്റ്റിലായി. കേരള ചരിത്രത്തിലെ ഒരു നിർണായക ഘട്ടമാണ്. കാരണം ശബരിമല തന്ത്രിയുടെ അറസ്റ്റിലൂടെ കേരളത്തിലെ ക്ഷേത്രങ്ങളെയും അതേപോലെ തന്നെ ആത്മീയതയും ഒക്കെ മൂടി നിന്നിരുന്ന ആചാരത്തിൻ്റെയും അനാചാരത്തിൻ്റെയും സ്വർണ്ണപ്പാളികൾ കൊണ്ട് മൂടി വച്ചിരുന്ന ഒരു ആവരണം മാറ്റപ്പെട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ശബരിമല ഇപ്പോൾ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഭക്തിരംഗത്തെയും അതേപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തെയും സകല തട്ടിപ്പ് വിവരം വരെ ജനങ്ങളെ വിഡ്ഢികളാക്കി സകലവിധ തട്ടിപ്പിലും കൊള്ളയിലും ഏർപ്പെടുന്ന കാപട്യക്കാരെ ശബരിമല വലിച്ചു പുറത്തിടുകയും തുറുങ്കിലടയ്ക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് യഥാർത്ഥ ശുദ്ധികലശം എന്ന് പറയുന്നത്. മറ്റൊരർത്ഥത്തിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു നവോത്ഥാനം. തന്ത്രി എന്ന വാക്കിൻ്റെ അർത്ഥവും വ്യാപ്തിയും അതോടൊപ്പം തന്നെ ആ പദവിയുടെ കർത്തവ്യവും ശബരിമല തന്ത്രിമാർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതറിഞ്ഞിരുന്നുവെങ്കിൽ ശബരിമലയിൽ സ്വർണം പൊതിയാനുള്ള മധ്യരാജാവ് വിജയമല്യയുടെ നിർദ്ദേശം വന്നപ്പോൾ തന്നെ അത് നിരസിക്കുമായിരുന്നു. കാരണം ശബരിമല പ്രതിനിധാനം ചെയ്യുന്നത് എന്താണെന്ന് തിരിച്ചറിയാൻ ശേഷിയില്ലാതെ പോയതിൻ്റെ ഫലമായിട്ടാണ് അത്തരമൊരു നിർദ്ദേശം വന്നപ്പോൾ വെറും സമ്പത്തിൽ അല്ലെങ്കിൽ സ്വർണത്തിൽ ഭ്രമിക്കുന്ന മനസ്സോടുകൂടിയ ഒരു വ്യക്തിയുടെ ഒരു മനോഭാവത്തിലാണ് തന്ത്രി ഉൾപ്പെടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിന്ന് എല്ലാവരും, ദേവസ്വം ബോർഡ് ചെയർമാനും അംഗങ്ങളും മറ്റുള്ളവരെല്ലാവരും കൂടി ചേർന്നിട്ട് അത് സർവാത്മന സ്വീകരിക്കാനും ശ്രീകോവിൽ സ്വർണ്ണപ്പാളി കൊണ്ട് മൂടാനും ഒക്കെ തീരുമാനിച്ചത്. കാരണം ശബരിമല പ്രതിനിധാനം ചെയ്യുന്നത് ഭാരതീയ സംസ്കൃതി ആത്യന്തികമായി കണ്ട പ്രപഞ്ച സത്യത്തെയാണ്. ആ സത്യത്തെ ഒരു അന്വേഷകൻ, വിശേഷിച്ചും ശബരിമലയിൽ വരുന്ന വ്യക്തി, ശബരിമലയിൽ വരുന്ന ഒരു തീർത്ഥാടകൻ സാധാരണ ക്ഷേത്രത്തിൽ പോകുന്നുള്ള ഒരു ഭക്തനല്ല, മറിച്ച് ഒരു അന്വേഷകനാണ്. അതുകൊണ്ടാണ് ഒരു ക്ഷേത്രങ്ങളിലുമില്ലാത്ത, ഭൂമിയിൽ ഒരു ആരാധനാലയത്തിലുമില്ലാത്ത രീതിയിലുള്ള ഒരു ചിട്ടകളും ചടങ്ങുകളും ഒക്കെ ശബരിമലയിൽ നിലനിൽക്കുന്നത്. ശബരിമലയിൽ പോകാനായിട്ട് വ്രതമെടുക്കാൻ തുടങ്ങുന്ന അന്നു മുതൽ, മാലയിടുന്ന അന്നു മുതൽ ആ തീർത്ഥാടകൻ സ്വാമിയായിട്ട് അറിയപ്പെടുകയാണ്. അതായത് ശബരിമല അയ്യപ്പൻ തന്നെയായിട്ട് അറിയപ്പെടുകയാണ്. കാരണം ഇത് തന്നെയാണ് ഭാരതീയ സംസ്കൃതി മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ വിജ്ഞാനത്തിൻ്റെ സാരം എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരു വ്യക്തി ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് നോക്കി 41 ദിവസം വ്രതമെടുത്ത് തൻ്റെ ഉള്ളിലെ കാട്ടിലേക്ക്, ആരണ്യകത്തിലേക്ക് നോക്കി തന്നെ മനസ്സിലാക്കുകയും തൻ്റെ ഉള്ളിലെ പ്രപഞ്ചത്തെ കാണുകയും ഒക്കെ ചെയ്ത് എന്തിനെയാണോ നിഗ്രഹിക്കേണ്ടത്, എന്തിനെയാണോ ഗ്രഹിക്കേണ്ടത്, ഇത് തിരിച്ചറിഞ്ഞ് ഒരു മനുഷ്യനായിട്ട് നവീകരിക്കാനുള്ള, കൂടുതൽ നല്ല മനുഷ്യനായി നവീകരിക്കാനുള്ള ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് അറിവിൻ്റെ പാതയിലൂടെ നയിക്കുന്നതിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള സംവിധാനമാണ് ഈ ശബരിമല സന്നിധാനം എന്ന് പറയുന്നത്. ശബരിമല ക്ഷേത്രം എന്ന് പറയുന്നത് പോലും ഉചിതമല്ല. അതുകൊണ്ടാണ് സന്നിധാനം എന്ന് പറയുന്നത്. പ്രസൻസ് ആണ്. കാര്യം അത് നിർവചിക്കാൻ പറ്റാത്തതാണ്. ശരിക്കും ക്ഷേത്രം എന്ന സങ്കേതം ഉപയോഗിച്ചുകൊണ്ട് ക്ഷേത്രത്തെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു പ്രക്രിയയാണ് ശബരിമലയിൽ നടക്കുന്നത്. ഇതൊക്കെ വിസ്മരിച്ചുകൊണ്ട് ഒരു സാധാരണ ക്ഷേത്രത്തിൻ്റെ തലത്തിലേക്ക് ശബരിമലയെ മാറ്റി അതിൽ ആചാരങ്ങളുടെയും അനാചാരങ്ങളുടെയും ബാഹുല്യം കൊണ്ട് നിറച്ച് ഒരു ഭക്തരിൽ അല്ലെങ്കിൽ വരുന്ന തീർത്ഥാടകരിൽ ഒരു അന്ധവിശ്വാസവും പേടിയും ഭീതിയും ഒക്കെ നിറച്ച് അവരെ ചൂഷണം ചെയ്യുക എന്ന ഒരു പ്രക്രിയയിലേക്കാണ് യഥാർത്ഥത്തിൽ ശബരിമല തന്ത്രിയും അതുപോലുള്ള മറ്റുള്ള അതിന് ബന്ധപ്പെട്ട എല്ലാവരും തന്നെ ഏർപ്പെട്ടിരുന്നത്. അതൊരു പക്ഷെ അജ്ഞത കൊണ്ടായിരിക്കാം. പക്ഷെ ഒരു തന്ത്രിയുടെ കടമയെന്ന് പറയുന്നത് എന്താണോ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ ലക്ഷ്യം വയ്ക്കുന്നത്
ആ പ്രതിഷ്ഠ എന്തിനാണോ പ്രതിനിധാനം ചെയ്യുന്നത് അതിനെ സൂക്ഷ്മതലത്തിൽ മനസ്സിലാക്കുകയും ആ സൂക്ഷ്മതലത്തെ കാലത്തിനനുസരിച്ച് ജീവിതവുമായിട്ട് നെയ്ത് ഒരു നെയ്ത്തുകാരനെ പോലെ സമൂഹത്തിന് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ സമൂഹത്തിലേക്ക് വിന്യസിപ്പിക്കുക എന്നുള്ളതാണ് തന്ത്രിയുടെ ചുമതല. എന്നാൽ ഇവിടെ തന്ത്രി വിഗ്രഹത്തിൻ്റെ ഒരു രക്ഷിതാവായിട്ടോ അതല്ലെങ്കിൽ സംരക്ഷകനായിട്ടോ ഒക്കെ സ്വയം അവതരിക്കുകയും അയ്യപ്പനേക്കാൾ വലിയ അല്ലെങ്കിൽ അയ്യപ്പൻ്റെ ഒരു നേർ രൂപം എന്ന ഒരു പരിവേഷമൊക്കെ സ്വയം ഏറ്റെടുക്കുകയും അതിലൂടെ അവിടെ എത്തുന്ന തീർത്ഥാടകരെ കബളിപ്പിക്കുകയും അവരുടെ കയ്യിൽ നിന്ന് ധനം സമ്പാദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രക്രിയ ദശാബ്ദങ്ങളായിട്ട് ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനെല്ലാമാണ് ഒരു അന്ത്യം കുറിക്കുന്ന രീതിയിലാണെന്ന് ശബരിമല തന്ത്രിയുടെ അറസ്റ്റ് നടന്നിരിക്കുന്നത്. തന്ത്രി അറിയാതെ അവിടെ ഒരു ചെറിയ ഒരു നാണയം പോലും ആർക്കും അവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയില്ല. അങ്ങനെയാണ് ശബരിമലയുടെ ആ ബിസിനസ്. അതുപോലെ തന്നെ തന്ത്രിക്ക് മുകളിലുള്ളവരും അതിൻ്റെ ഭരണം നടത്തുന്നവരും അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വവും ഒന്നും അറിയാതെ ഒരു ചെറിയ ഒരു സംഗതി പോലും ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് ശബരിമലയെ അറിയാവുന്നവർക്കെല്ലാം അറിയാവുന്നതുമാണ്. അതുകൊണ്ട് ഒരു പക്ഷേങ്കിൽ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോകണമെങ്കിൽ വ്യക്തമായ തെളിവുകൾ വേണ്ടിവരും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പ്രത്യേക അന്വേഷണ സംഘം എത്രമാത്രം കരുതലോടെ ആയിരിക്കും, എത്രമാത്രം തെളിവുകൾ ശേഖരിച്ചിട്ടായിരിക്കും തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ധൈര്യം കാട്ടിയതെന്ന് ഓർത്താൽ എന്താണ് ആ ശബരിമലയുടെ പിന്നിൽ ഈ ഒരു പരിവേഷത്തിൻ്റെ ഉള്ളിൽ നടന്നിരുന്ന അരുതായ്മകളും കൊള്ളകളും അതിൻ്റെയൊക്കെ വ്യാപ്തി എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഇത് കേരളത്തിൽ സ്വാഭാവികമായി നടക്കുന്ന ഒരു നവോത്ഥാന പ്രക്രിയയായിട്ട് നമുക്കിതിനെ കാണുകയും ചെയ്യാം.